നമസ്കാരം, എനി ടൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. PV അൻവർ MLA-ക്കെതിരെ ഫോൺ ചോർത്തിയതിന് കേസ്. മുതിർന്ന CPM നേതാവ് പ്രകാശ് കാരാട്ടിന് താൽക്കാലിക ചുമതല നൽകി CPM. അന്നദാനം മഹാദാനമെന്ന് പ്രമുഖ വ്യവസായി കല്യാൺ പട്ടാഭിരാമൻ. നടൻ സിദ്ദിഖിനെ പിടികൂടാത്തതിൽ വിമർശനം ശക്തമാകുന്നതിനിടെ പോലീസിനെ പിന്തുണച്ച് വനിതാ കമ്മീഷൻ അധ്യക്ഷ. എനി ടൈം ന്യൂസ് വാർത്താഫലം കണ്ടു. കലാമണ്ഡലത്തിലെ വിളംബര പത്രികയിൽ വള്ളത്തോളിന്റെ ചിത്രം വെച്ച് വീണ്ടും നോട്ടീസ് അടിച്ചു. റഷ്യൻ യുക്രൈൻ ഡ്രോൺ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സന്ദീപിന് വിട നൽകി കല്ലൂർ ഗ്രാമം. വാർത്തകൾ വിശദമായി. PV അൻവർ MLA-ക്കെതിരെ ഫോൺ ചോർത്തിയതിന് കേസ്. PV അൻവർ MLA-ക്കെതിരെ ഫോൺ ചോർത്തിയതിന് കേസ്. പൊതുസുരക്ഷയെ ബാധിക്കുന്ന തരത്തിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഫോൺ ചോർത്തിയതിനും ദൃശ്യമാധ്യമങ്ങളിലൂടെ ഇത് പ്രചരിപ്പിച്ച് കലാപത്തിന് ശ്രമിച്ചുവെന്നുമാണ് കേസ്. കോട്ടയം നെടുങ്കുന്നം സ്വദേശി തോമസ് പീലിയാനിക്കൽ നൽകിയ പരാതിയിൽ കറുകച്ചൽ പോലീസാണ് കേസെടുത്തിരിക്കുന്നത്. ഉന്നത ഉദ്യോഗസ്ഥരുടെ ഫോൺ ചോർത്തി സമൂഹത്തിൽ വിഭാഗീയത സൃഷ്ടിക്കാൻ അൻവർ ശ്രമിച്ചുവെന്നാണ് പരാതിയിലെ ആരോപണം. സ്വകാര്യതയെയും ദേശസുരക്ഷയെയും ബാധിക്കുന്നതാണ് അൻവറിന്റെ നടപടിയെന്നും പരാതിയിൽ പറയുന്നു. ഈ പരാതിയിന്മേലാണ് പോലീസ് കേസെടുത്ത് നടപടികളുമായി മുന്നോട്ട് പോകുന്നത്. മുതിർന്ന CPM നേതാവ് പ്രകാശ് കാരാട്ടിന് താൽക്കാലിക ചുമതല നൽകി CPM. മുതിർന്ന CPIM നേതാവ് പ്രകാശ് കാരാട്ടിന് താൽക്കാലിക ചുമതല നൽകി CPIM. പോളിറ്റ് ബ്യൂറോയുടെയും കേന്ദ്ര കമ്മിറ്റിയുടെയും കോർഡിനേറ്ററായാണ് താൽക്കാലിക ചുമതല നൽകിയത്. 24ാം പാർട്ടി കോൺഗ്രസ് ചേരും വരെ പ്രകാശ് കാരാട്ട് കോർഡിനേറ്ററായി തുടരും. CPIM ദേശീയ ജനറൽ സെക്രട്ടറി ആയിരിക്കെ അന്തരിച്ച സീതാറാം യെച്ചൂരിക്ക് പകരമാണ് ചുമതല നൽകിയത്. പോളിറ്റ് ബ്യൂറോ ശുപാർശ കേന്ദ്ര കമ്മിറ്റി അംഗീകരിച്ചു. അന്നദാനം മഹാദാനമെന്ന് പ്രമുഖ വ്യവസായി കല്യാൺ പട്ടാഭിരാമൻ. മഹാദാനമാണെന്ന് പ്രമുഖ വ്യവസായി കല്യാൺ പട്ടാഭിരാമൻ അഭിപ്രായപ്പെട്ടു. നെല്ലുവായ് ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിലെ നവീകരിച്ച ഓട്ടുപുര സമർപ്പണ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എല്ലാ ക്ഷേത്രങ്ങളും ഐശ്വര്യമായിട്ട് തന്നെ വരുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അതാണെന്ന് കണ്ടുവരുന്നത്. മെമ്പർ പറഞ്ഞ മാതിരി തന്നെ ശുചിമുറികളായ മറ്റു കാര്യങ്ങളെല്ലാമായി നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ വളരെ സന്തോഷം തോന്നി. ഇത് ഒരുവിധ സൗകര്യങ്ങളും ഇല്ലാത്ത ഒരു കാലഘട്ടത്തിൽ നിന്ന് മാറ്റം വരിക എന്ന് പറയുമ്പോൾ വലിയ കാര്യമാണ്. അതേമാതിരി തന്നെയാണ് ഈ ഊട്ടുപുരയും വലിയ രീതിയിൽ ചെയ്യാൻ സാധിച്ചു. നെല്ലുവായി ധന്വന്തരി മൂർത്തിയുടെ കൃപാകടാക്ഷങ്ങൾ നിങ്ങളുടെ എല്ലാം സാന്നിധ്യത്തിൽ എനിക്കിങ്ങനൊരു അവസരം ഗണേശയ്യർ മുഖാന്തരം ഭഗവാൻ എന്നെ ക്ഷണിച്ചതിലുള്ള ഒരു വലിയൊരു സമർപ്പണമായി മാത്രം ഞാൻ കണക്കാക്കുന്നു. തീർച്ചയായും ഈ ക്ഷേത്രവുമായി പല രീതിയിലും ബന്ധപ്പെടാറുണ്ട്. ഇവരെ മാനേജർമാരൊക്കെ വരുന്ന കാലഘട്ടത്തിൽ ഇത് വളരെ നല്ല രീതിയിൽ നടത്തി. അത് ഏറ്റവും വലിയ മാതൃക എന്ന് പറയുന്നത് അതാണ്. അവർക്ക് പണം കൂടിയിട്ടോ അധികമായിട്ട് ചെയ്തിട്ടതല്ല, ഭക്തി കൊണ്ടാണ്. ഇദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠനാണ് ശ്രീ കണ്ണൻ. 40 വർഷത്തോളമായി ഇവിടെ ആണ് നൈവേദ്യത്തിനും പ്രസാദൂട്ടിനൊക്കെ അദ്ദേഹം വരണേ. വിശേഷ ദിവസങ്ങളിൽ ശ്രീ ഗണേശനും വരാറുണ്ട്. പല പരിപാടികളും വീട്ടിലത്തെ ഏതെങ്കിലും പരിപാടിക്ക് എന്തുണ്ടെങ്കിലും ആൾ ക്യാൻസൽ ചെയ്തിട്ട് വരും. പിന്നെ ധന്വന്തരി മൂർത്തിയുടെ അവിടെ ഒരു പരിപാടി ഉണ്ടെങ്കിൽ പറയും എന്നെ ഒഴിവാക്കണമെന്ന് പറയും. അത്രയും വലിയൊരു ഭക്തനാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിന് എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യങ്ങളും സമ്പൽ സമൃദ്ധിയും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എനിക്ക് തന്ന ഈ അവസരത്തിന് ഒന്നുകൂടി ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തും. ഭഗവാന്റെ സന്നിധിയിൽ എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ അവസരമൊരുക്കിയ കൊച്ചിൻ ദേവസ്വം ബോർഡ് അധികൃതരെയും ഊട്ടുപുരയുടെ നവീകരണത്തിനായി പ്രവർത്തിച്ച പാചക വിദ്വാൻ ഗണേഷ് സ്വാമിയെയും അദ്ദേഹം അഭിനന്ദിച്ചു. നേരത്തെ പാചകപ്പുരയിലെ പാലുകാച്ചൽ കർമ്മം കല്യാൺ പട്ടാഭിരാമൻ നിർവഹിച്ചു. കൊച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പർ MP മുരളീധരൻ ഊട്ടുപുര സമർപ്പണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കൊച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പർ പ്രേംരാജ് ചൂണ്ടാലത്ത് അധ്യക്ഷത വഹിച്ചു. കൊച്ചിൻ ദേവസ്വം ബോർഡ് കമ്മീഷണർ SR ഉദയകുമാർ, ഡെപ്യൂട്ടി കമ്മീഷണർ K സുനിൽകുമാർ, ഡെപ്യൂട്ടി കമ്മീഷണർ M മനോജ്, അസിസ്റ്റന്റ് കമ്മീഷണർ KK കല, ദേവസ്വം ഓഫീസർ PB ബിജു, ക്ഷേത്രം തന്ത്രി കീഴ്മണ്ടൂർ നീലകണ്ഠൻ നമ്പൂതിരി എന്നിവർ പ്രസംഗിച്ചു. ഈ വേളയിൽ അതിനേക്കാൾ ഉപരിയായി ഗണേശസ്വാമിയുടെ സദ്യ തയ്യാറായിരിക്കുന്ന ഈ വേളയിലും കൂടുതലായി ഞാനും പ്രസംഗിക്കുന്നില്ല എങ്കിലും ഔപചാരികമായ ഒരു നന്ദി രേഖപ്പെടുത്തൽ എന്നുള്ള രീതിയിൽ പറയട്ടെ. ആദ്യമായി ഈ യോഗത്തിൻ്റെ അധ്യക്ഷത വഹിക്കുന്നത് കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ ആദരണീയനായ മെമ്പർ ശ്രീ പ്രേമരാജ് ചൂണ്ടലാത്ത് അവർകളാണ്. ഔപചാരികതയുടെ പേരിൽ അദ്ദേഹത്തിന് നന്ദി രേഖപ്പെടുത്തുന്നു.
അതേപോലെ തന്നെ ഇന്ന് ഈ മംഗളകർമ്മത്തിന് പാല് കാച്ചി നമ്മുടെ അടുക്കള സജീവമാക്കാൻ എത്തിച്ചേർന്ന മഹാമനസ്കനായ നെല്ലുവായി ധന്വന്തരീപൂർത്തിയുടെ ഭക്തനും കൂടിയായ ശ്രീ പട്ടാഭിരാമൻ സർ, അങ്ങേക്ക് ആദരപൂർവമായ നന്ദി. ഊട്ടുപുര സമർപ്പണ ചടങ്ങിനോടനുബന്ധിച്ച് വിഭവസമൃദ്ധമായ സദ്യയും ഒരുക്കിയിരുന്നു. നടൻ സിദ്ദിഖിനെ പിടികൂടാത്തതിൽ വിമർശനം ശക്തമാകുന്നതിനിടെ പോലീസിനെ പിന്തുണച്ച് വനിതാ കമ്മീഷൻ അധ്യക്ഷ. ലൈംഗികാതിക്രമ പരാതിയിൽ നടൻ സിദ്ദിഖിനെ പിടികൂടാത്തതിൽ വിമർശനം ശക്തമാകുന്നതിനിടെ പോലീസിനെ പിന്തുണച്ച് വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി. സിദ്ദിഖിനെ പിടികൂടാത്തത് പോലീസിന്റെ കഴിവുകേടല്ലെന്ന് സതീദേവി പറഞ്ഞു. പോലീസ് സിദ്ദിഖിന് ഒരു ഒത്താശയും ചെയ്തു നൽകിയിട്ടില്ല. പോലീസിന്റെ മികച്ച പ്രവർത്തനം കൊണ്ടാണ് ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതെന്നും സതീദേവി. കേസിൽ സിദ്ദിഖിന്റെ ജാമ്യാപേക്ഷ തള്ളി 5-ാം ദിവസവും പോലീസിന് പ്രതിയെ അറസ്റ്റ് ചെയ്യാനായിട്ടില്ല. സിദ്ദിഖ് ഒളിവിൽ കഴിയുന്നതിൽ ഉന്നത ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടെന്ന ആരോപണം നിലനിൽക്കെയാണ് സതീദേവിയുടെ പ്രതികരണം. സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ നാളെ സുപ്രീംകോടതി പരിഗണിക്കും. എനി ടൈം ന്യൂസ് വാർത്താഫലം കണ്ടു. കലാമണ്ഡലത്തിലെ വിളംബര പത്രികയിൽ വള്ളത്തോളിന്റെ ചിത്രം വെച്ച് വീണ്ടും നോട്ടീസ് അടിച്ചു. എനി ടൈം ന്യൂസ് വാർത്താഫലം കണ്ടു. കലാമണ്ഡലത്തിലെ വിളംബര പത്രികയിൽ വള്ളത്തോളിന്റെ ചിത്രം വെച്ച് വീണ്ടും നോട്ടീസ് അടിച്ചു. ഒക്ടോബർ 1-ന് കേരള കലാമണ്ഡലത്തിൽ നടക്കുന്ന ഗുരു ചിന്നമ്മു അമ്മ ലേഡീസ് ഹോസ്റ്റലിന്റെ ശിലാസ്ഥാപന ചടങ്ങിന്റെ നോട്ടീസിലാണ് വള്ളത്തോളിന്റെ ചിത്രം ഒഴിവാക്കിയത്. സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാനാണ് പരിപാടിയുടെ ഉദ്ഘാടകൻ. കലാമണ്ഡലം കെട്ടിപ്പടുക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച വള്ളത്തോളിന്റെ ഫോട്ടോ ഇല്ലാത്ത സംഭവം എനി ടൈം ന്യൂസാണ് പുറത്തു കൊണ്ടുവന്നത്. വാർത്ത പുറത്തുവന്നതിനെ തുടർന്ന് വള്ളത്തോളിന്റെ ഫോട്ടോ ഉൾപ്പെടുത്തി വീണ്ടും അടിച്ചിറക്കുകയായിരുന്നു. കലാമണ്ഡലത്തിൽ കാലങ്ങളായി നടക്കുന്ന എല്ലാ പരിപാടികളുടെ നോട്ടീസിലും വള്ളത്തോളിന്റെ ഫോട്ടോ വെച്ചാണ് വിളംബര പത്രിക അടിച്ചിറക്കാറുള്ളത്. റഷ്യൻ-യുക്രൈൻ ഡ്രോൺ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സന്ദീപിന് വിട നൽകി കല്ലൂർ ഗ്രാമം. റഷ്യയിൽ യുക്രൈന്റെ ഡ്രോൺ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സന്ദീപിന് വിട നൽകി കല്ലൂർ ഗ്രാമം. നായരങ്ങാടി സ്വദേശി സന്ദീപ് ചന്ദ്രന് നാട് യാത്രാമൊഴി നൽകി. മന്ത്രി കെ രാജൻ, കെ രാമചന്ദ്രൻ MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, കളക്ടർ അർജുൻ പാണ്ഡ്യർ എന്നിവർ സന്ദീപിന്റെ വീട്ടിലെത്തിയിരുന്നു. 1.5 മാസത്തോളമുള്ള ശ്രമത്തിലും കാത്തിരിപ്പുകൾക്കും ഒടുവിലാണ് സന്ദീപിന്റെ മൃതദേഹം നാട്ടിലെത്തിച്ചത്. റഷ്യൻ സേനയുടെ ഭാഗമായിരുന്ന സന്ദീപ് കഴിഞ്ഞ ഓഗസ്റ്റിലാണ് ഡ്രോൺ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. സന്ദീപും മറ്റു 3 പേരും ഏപ്രിൽ മാസത്തിലാണ് റഷ്യയിലെത്തിയത്. സന്ദീപിന്റെ മരണത്തോടെയാണ് റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ ചേർന്ന വിവരം അറിയുന്നത്. സന്ദീപിനെ നിർബന്ധിതമായി കൂലിപ്പട്ടാളത്തിൽ ചേർത്തതാണെന്ന് ബന്ധുക്കൾ ആരോപിച്ചിരുന്നു. വടക്കാഞ്ചേരി സർക്കാർ ഉദ്യോഗസ്ഥ സഹകരണ സംഘത്തിന്റെ വാർഷിക പൊതുയോഗം നടന്നു. വടക്കാഞ്ചേരി സർക്കാർ ഉദ്യോഗസ്ഥ സഹകരണ സംഘത്തിന്റെ വാർഷിക പൊതുയോഗം വടക്കാഞ്ചേരി MLA സേവിയർ ചിറ്റിലപ്പള്ളി ഉദ്ഘാടനം നിർവഹിച്ചു. ബാങ്കിൻ്റെ മുൻകാല സാരഥികൾ വ്യത്യസ്ത നിലയിൽ ഭരണാധികാരികളായിട്ടും സർവീസ് സംഘടനാ ലീഡർഷിപ്പായിട്ടുമൊക്കെ ഇതിന് നേതൃത്വം കൊടുത്തവരാണ് യഥാർത്ഥത്തിൻ്റെ സദസ്സിലുള്ള പ്രധാനപ്പെട്ടവർ. അന്നാളക്കണ്ണന് തന്നാലായത് എന്ന നിലയിൽ ഞാനും അതിലൊക്കെ തന്നെ വിവിധ ശശിയായിട്ട് തിരിഞ്ഞിപ്പോൾ വിവിധ തലത്തിലുണ്ടായിരുന്നു എന്നുകൂടി ഈ ഘട്ടത്തിൽ സൂചിപ്പിക്കുന്നു. നേരത്തെ സ്വാഗതം പറഞ്ഞുകൊണ്ട് വൈസ് പ്രസിഡന്റ് സഹകരണ രംഗത്തെ പ്രശ്നങ്ങൾ വളരെ ചുരുക്കി പ്രതിപാദിച്ചു. ഞാൻ അതിൽ കൂടുതലായി ഒന്നും പറയുന്നില്ല. വടക്കാഞ്ചേരിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു താലൂക്ക് ആസ്ഥാനമാണ്. താലൂക്ക് ആസ്ഥാനത്ത് നമുക്ക് ഒട്ടേറെ വികസന പദ്ധതികൾ ഈ ഘട്ടത്തിൽ നമുക്ക് നിർവഹിക്കാൻ ആയിട്ടുണ്ട് എന്ന് ഞാൻ ഈ സമയത്ത് ഒരു വിശദീകരണത്തിലേക്ക് കടക്കുന്നില്ല. ഇവിടെ വിദ്യാർത്ഥികളെ ആദരിക്കുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ കഴിഞ്ഞ ഈ 3 അല്ലെങ്കിൽ 3.25 കൊല്ലത്തിനിടയിൽ വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിലെ പൊതുവിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാത്രം ഏകദേശം 18 കോടി രൂപയുടെ പ്രവൃത്തികളാണ് ഭരണാനുമതിയായിട്ടുള്ളത് എന്ന് ഈ അവസരത്തിൽ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഒപ്പം തന്നെ വടക്കാഞ്ചേരിയിലെ വടക്കാഞ്ചേരിയുടെ ടൂറിസം എന്ന് പറയുമ്പോൾ നമുക്കറിയാം വാഴാനി ഡാം, പേരേപ്പാറ ഡാം, ചെപ്പാറ, വെലങ്ങൻകുന്ന്, അതുപോലെ തന്നെ കോൾപ്പടവുകൾ, പൂമല ഡാം, പത്താഴക്കുണ്ട് ഡാം, തൂമാനം വെള്ളച്ചാട്ടം, മട്ടായി വെള്ളച്ചാട്ടം, ഇപ്പുറത്തേക്ക് കിടന്ന നമ്മുടെ ചാത്തഞ്ചിറ, ഇത്രയും സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വ്യത്യസ്ത പ്രവർത്തനങ്ങൾക്കായി 15 കോടി രൂപയുടെ ഭരണാനുമതിയും ചില പ്രവർത്തനങ്ങൾ ആരംഭിക്കാനുമായിട്ടുണ്ട് എന്നുള്ളതാണ് ഒരുമിച്ച് പറയുന്നത്. പരിപാടിയിൽ പ്രശസ്ത സാഹിത്യകാരിയും അധ്യാപികയുമായ ദീപ നിശാന്ത് മുഖ്യാതിഥിയായിരുന്നു.
പുതിയ പഠന വിഷയങ്ങളിൽ സിനിമകളടക്കമുള്ളവ ഉൾപ്പെടുത്തുന്നത് ഗുണം ചെയ്യുന്നതായി ദീപ നിശാന്ത് പറഞ്ഞു. ഈ പുതിയ സിലബസിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണം എന്ന് പറയുന്നത് നമ്മുടെ കാഴ്ചപ്പാടുകളെ കുറെ കൂടി നവീകരിക്കുന്നത്. ജ്ഞാനം എന്ന് പറയുന്നത് അഭിജ്ഞാനമാക്കി. ഇപ്പൊ ശകുന്തളയെ ദുഷ്യന്തൻ തിരിച്ചറിഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ ശരീരമല്ല സ്ത്രീ കുറെ കൂടി തുറവിയിൽ സ്ത്രീയുടെ ആ മഹത്വത്തെ കുറിച്ച് അവസാന അംഗത്തില് ദുഷ്യന്തന്റെ തിരിച്ചറിവ് പോലെ തന്നെ അത്തരം ഒരു തിരിച്ചറിവ് കുട്ടികൾക്ക് ഉണ്ടാക്കാൻ പ്രാപ്തി അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സിലബസ് തന്നെയാണ് നമ്മൾ പുതിയ FIUGP സിലബസിലുള്ളത്. ഏറ്റവും പുതിയ കുട്ടികൾക്ക് ചിലപ്പോൾ അത്ഭുതമായിരിക്കും ഇവിടെയുള്ള കുട്ടികൾക്കൊക്കെ. ആവേശം സിനിമ ഇപ്പോഴത്തെ സിലബസിന് ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. ആവേശം, മോഹൻലാലിന്റെ ദേവാസുരം, രാവണ പ്രഭു, ആവേശം, പിന്നെ ഏറ്റവും അടുത്തുള്ള മമ്മൂട്ടിയുടെ നൻപകൽ നേരത്തെ മയക്കം, അതുപോലെ കാതൽ എന്ന സിനിമ, ഇതൊക്കെ നമ്മുടെ പുതിയ സിലബസിൽ പഠനത്തിന്റെ ഭാഗമായിട്ട് വെച്ചിരിക്കുകയാണ്. OAVയുടെ കാലത്തുള്ള പാട്ടുകളോടൊപ്പം തന്നെ അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ എന്ന പാട്ടിനോടൊപ്പം തന്നെ തല്ലുമാലയിലെ പാട്ടും വെച്ചിരിക്കുകയാണ് സിലബസിൽ. ആവേശം, മോഹൻലാലിന്റെ ദേവാസുരം, നൻപകൽ നേരത്ത് മയക്കം, കാതൽ എന്നീ സിനിമകളിൽ പുതിയ സിലബസുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും ദീപ നിശാന്ത് പറഞ്ഞു. ദീപ നിശാന്ത് വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികൾക്ക് പുരസ്കാരം നൽകി. സംഘം പ്രസിഡന്റ് ബിബിൻ P. ജോസഫ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി സുശീൽ കുമാർ KS റിപ്പോർട്ട് അവതരിപ്പിച്ചു. സംഘം വൈസ് പ്രസിഡന്റ് ശ്രീ P. രാജേഷ്, ഭരണസമിതി അംഗങ്ങളായ ജയകുമാർ V, ഡോക്ടർ ഷഹന AK, ലിസി NP, സതീഷ് കുമാർ UC, നരേന്ദ്രൻ CV എന്നിവർ പ്രസംഗിച്ചു. ഒരിടവേള. ഓട്ടുപാറ ജനതയിൽ ഇപ്പോൾ എല്ലാം വിലക്കുറവിൽ. ഓൺലൈൻ വിലയേക്കാൾ കുറവിൽ 1499 രൂപയ്ക്ക് മിക്സി, 199 രൂപയ്ക്ക് അപ്പച്ചട്ടി, 1199 രൂപയ്ക്ക് ഇൻഡക്ഷൻ കുക്കർ, 1499 രൂപയ്ക്ക് ഗ്യാസ് സ്റ്റൗ, 899 രൂപയ്ക്ക് ഫാൻ. ഓട്ടുപാറ ജനതയിൽ പഴയ സ്റ്റീൽ, അലുമിനിയം, ഓട്, ചെമ്പ് പാത്രങ്ങൾ എന്നിവ മാറ്റിയെടുക്കാം. ഓട്ടുപാറയിലെ ഏറ്റവും വലിയ പാത്രക്കട ജനത ഓട്ടുപാറ. ഫോൺ 9526267779. തിരികെ വാർത്തകളിലേക്ക്. PV അൻവർ MLA പങ്കെടുത്ത യോഗത്തിന് പിന്നാലെ സംഘർഷം. PV അൻവർ MLA പങ്കെടുത്ത യോഗത്തിന് പിന്നാലെ സംഘർഷം. പാലക്കാട് അലനല്ലൂരിലാണ് സംഭവം. വ്യാപാരി വ്യവസായി ഏകോപന സമിതി അലനല്ലൂർ യൂണിറ്റിന്റെ സമ്മാന പദ്ധതി ഉദ്ഘാടനത്തിനെത്തിയതായിരുന്നു അൻവർ. പരിപാടി കഴിഞ്ഞ് അൻവർ മടങ്ങുന്നതിനിടെ രാഷ്ട്രീയ ചോദ്യമുന്നയിച്ച ചാനൽ പ്രവർത്തകനെതിരെ കയ്യേറ്റ ശ്രമം ഉണ്ടാകുകയായിരുന്നു. അത്തരം ചോദ്യമൊന്നും ഇവിടെ വേണ്ടെന്ന് പറഞ്ഞാണ് പരിപാടിക്കെത്തിയ ഒരാൾ ചാനൽ റിപ്പോർട്ടറെ തള്ളിയത്. പ്രശ്നത്തിൽ മറ്റുള്ളവർ ഇടപെട്ടതോടെ സ്ഥലത്ത് നേരിയ സംഘർഷമുണ്ടായി. പോലീസും ഏകോപന സമിതിക്കാരും ഇടപെട്ട് വിഷയം പരിഹരിച്ചു. അൻവർ സ്ഥലത്തു നിന്നും മടങ്ങിയ ശേഷമായിരുന്നു സംഭവം. മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്തവരെ ഉടൻ പിടികൂടണമെന്നും ഇവർക്കെതിരെ കേസെടുക്കണമെന്നും PV അൻവർ പ്രതികരിച്ചു. അപകടത്തിനിടെ എയർ ബാഗ് മുഖത്ത് അമർന്ന് 2 വയസ്സുകാരി ശ്വാസം മുട്ടി മരിച്ചു. അപകടത്തിനിടെ എയർ ബാഗ് മുഖത്തമർന്ന് 2 വയസ്സുകാരി ശ്വാസം മുട്ടി മരിച്ചു. പൊന്മള ചാപ്പനങ്ങാടി തെക്കത്ത് നസീറിന്റെയും റംഷീനയുടെയും മകൾ ഇഫയാണ് മരിച്ചത്. കുഞ്ഞും മാതാപിതാക്കളും സഞ്ചരിച്ചിരുന്ന കാറും ടാങ്കർ ലോറിയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിനിടെയായിരുന്നു സംഭവം. പടപ്പറമ്പ് പുളിവെട്ടിയിൽ വെച്ചാണ് അപകടമുണ്ടായത്. മുൻ സീറ്റിൽ അമ്മയുടെ മടിയിലാണ് കുഞ്ഞ് ഇരുന്നിരുന്നത്. അപകടത്തിന് പിന്നാലെ പുറത്തു വന്ന എയർ ബാഗ് കുഞ്ഞിന്റെ മുഖത്തമർന്നും സീറ്റ് ബെൽറ്റ് കഴുത്തിൽ കുരുങ്ങിയുമായിരുന്നു മരണം. 10 വയസ്സുകാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച യുവാവിനെ മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തു. 10 വയസ്സുകാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച യുവാവിനെ മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തു. ശ്രീനാരായണപുരം കട്ടൻ ബസാറിൽ സൈക്കിൾ കട നടത്തുന്ന ആലപ്പുഴ കരിവാറ്റ സ്വദേശി പുത്തൻചിറയിൽ സുദർശനെയാണ് അറസ്റ്റ് ചെയ്തത്. കുട്ടി വീട്ടിലെത്തി കാര്യം പറഞ്ഞതോടെ വീട്ടുകാരും നാട്ടുകാരും ചേർന്ന് ഇയാളെ തടഞ്ഞുവെച്ച് പോലീസിൽ അറിയിക്കുകയായിരുന്നു. പോക്സോ പ്രകാരം കേസെടുത്താണ് പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇടതുപക്ഷത്തെയും കേരള ജനതയും വഞ്ചിച്ച PV അൻവറിനെതിരെ CPM ഓട്ടുപാറ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. ഇടതുപക്ഷത്തെയും കേരള ജനതയെയും വഞ്ചിച്ച PV അൻവറിന് മാപ്പില്ലെന്ന മുദ്രാവാക്യവുമായി CPM ഓട്ടുപാറ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. CPM ഏരിയ കമ്മിറ്റി അംഗമായ NK പ്രമോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു. CPM ലോക്കൽ കമ്മിറ്റി അംഗം KP മദനൻ അധ്യക്ഷത വഹിച്ചു. CPM ഏരിയ കമ്മിറ്റി അംഗങ്ങളായ MJ ബിനോയ്, മിനി അരവിന്ദൻ, KU പ്രദീപ്, മിഥുൻ സജീവ് എന്നിവർ സംസാരിച്ചു. പരമശിവന് ഭക്തർ സമർപ്പിക്കുന്ന പ്രധാന വഴിപാടാണ് ധാരാഭിഷേകം. ഭഗവാന് സ്വയം ഭക്തർക്ക് ധാരാഭിഷേകം ചെയ്യാൻ കഴിയുന്ന ക്ഷേത്രമുണ്ട് തൃശൂർ ജില്ലയിലെ മുള്ളൂർക്കരയിൽ.
ഉഗ്രമൂർത്തിയായ പരമശിവന് ഭക്തർ സമർപ്പിക്കുന്ന പ്രധാന വഴിപാടാണ് ധാരാഭിഷേകം. ശിവപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ മുടങ്ങാതെ നടക്കുന്നതാണ് ധാരാഭിഷേകം. ശിവഭഗവാന്റെ ശിരസിലെ ചൂട് ശമനത്തിനായാണ് ശുദ്ധജലം ധാരയായി അഭിഷേകം ചെയ്യുന്നത്. ഭക്തർ ധാരാഭിഷേകത്തിന് പണമടച്ചാൽ ക്ഷേത്രത്തിലെ ശാന്തിക്കാർ ഭഗവാന് ധാരാഭിഷേകം നടത്തും. ശിവക്ഷേത്രങ്ങളിലെ പ്രതിഷ്ഠയ്ക്ക് മുകളിലായി തൂക്കിയിട്ടിരിക്കുന്ന ദ്വാരപാത്രത്തിൽ കൂടി ശുദ്ധജലം അഭിഷേകം ചെയ്യുന്നതാണ് ധാരാഭിഷേകം. ക്ഷേത്രങ്ങളിലെ മേൽശാന്തിമാരാണ് ഈ ചടങ്ങ് നടത്തുക. എന്നാൽ ഭഗവാന് സ്വയം ഭക്തർക്ക് ധാരാഭിഷേകം ചെയ്യാൻ കഴിയുന്ന ഒരു ക്ഷേത്രമുണ്ട് തൃശൂർ ജില്ലയിലെ മുള്ളൂർക്കര എന്ന ഗ്രാമത്തിൽ. മുള്ളൂർക്കര ഇരുനിലംകോട് ജ്ഞാനാനന്ദ കുടീരം ആശ്രമത്തിലാണ് ഭക്തർക്ക് ഭഗവാന് സ്വയം അഭിഷേകം ചെയ്യാൻ അവസരമുള്ളത്. സ്വാമി നിഖിലാനന്ദ സരസ്വതി ഹരിദ്വാറിൽ നിന്നാണ് ശിവലിംഗം മുള്ളൂർക്കരയിൽ എത്തിച്ചത്. ഇത് എല്ലാവർക്കും ആരാധിക്കാവുന്ന രീതിയിലുള്ള ഒരു ശിവലിംഗ സമ്പ്രദായമാണ് നമ്മളിവിടെ വെച്ചിട്ടുള്ളത്. സാധാരണ നമ്മൾ ക്ഷേത്രങ്ങളിലൊക്കെ കാണുന്നത് ഭക്തജനങ്ങൾ ചെല്ലുന്നു, അവിടുത്തെ പൂജ ചെയ്യുന്ന അർച്ചകനായിട്ടുള്ള അല്ലെങ്കിൽ പൂജാരിയായിട്ടുള്ള അദ്ദേഹത്തിനെ കൊണ്ട് നമ്മളവിടെ പൂജയാണെങ്കിലും അഭിഷേകമാണെങ്കിലും എല്ലാം അങ്ങനെ ചെയ്യിക്കുന്നതായിട്ടുള്ളൊരു സമ്പ്രദായമാണ് സാധാരണ കേരളത്തിലുള്ളത്. എന്നാൽ വടക്കേ ഇന്ത്യയിലുള്ള രീതി എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ശിവക്ഷേത്രത്തിൽ ഭക്തജനങ്ങൾക്ക് നേരിട്ട് പോയിട്ട് അവരവരുടെ മനസ്സിൻ്റെ തൃപ്തിക്കനുസരിച്ച് ഭഗവാനെ അഭിഷേകം ചെയ്യാനും പൂജ ചെയ്യാനുള്ള സമ്പ്രദായങ്ങളാണ് വടക്കേ ഇന്ത്യയിലെ ശൈലി. അപ്പോൾ അതനുസരിച്ചിട്ടാണ് നമ്മൾ വടക്കേയിൽ നിന്ന് ഹരിദ്വാറിൽ നിന്ന് ഭഗവാന്റെ ഒരു ശിവലിംഗം കൊണ്ടുവരികയും ഇവിടെ ഈ ആലിൻ്റെ ചുവട്ടിലായിട്ട് വലിയ അശ്വത്ഥമാണ്, അശ്വത്ഥത്തിൻ്റെ ചുവട്ടിൽ ഭഗവാൻ മഹേശ്വരനെ സാർവജനികമായിട്ടുള്ള രീതിയിൽ താന്ത്രിക വിധാനങ്ങളിലല്ലാതെ എല്ലാവർക്കും പൂജിക്കാവുന്ന രീതിയിൽ ഇവിടെ സ്ഥാപിക്കുകയും ധാരാളം ആളുകൾ വരാറുണ്ട്. അവരവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവർ ഭഗവാൻ അഭിഷേകം ചെയ്യുന്നു, കൂവളത്തിൽ സമർപ്പിക്കുന്നു, ചിലർ മാല സമർപ്പിക്കുന്നു. അവരവരുടെ രീതിയിൽ ആരാധിക്കാനുള്ള ഒരു സ്വതന്ത്രമായിട്ടുള്ള രീതിയിലാണ് ഇവിടെ ഇത് പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. അതാണ് എല്ലാവർക്കും വളരെ ഐശ്വര്യമായിട്ടുള്ള രീതിയിൽ അടുത്ത കാലത്താണ് നമ്മളിങ്ങനെ ചെയ്തിട്ടുള്ളത്. ആശ്രമത്തിലെ ഒരു വൃക്ഷച്ചുവട്ടിലാണ് പ്രതിഷ്ഠ. പ്രതിഷ്ഠയ്ക്ക് തൊട്ടടുത്തായി ശുദ്ധമായ വെള്ളം ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ എത്തുന്ന ഭക്തർക്ക് സ്വയം വെള്ളമെടുത്ത് ധാര അഭിഷേകം ചെയ്യാം. കേരളത്തിൽ അപൂർവം ക്ഷേത്രങ്ങളിൽ മാത്രമാണ് ഇത്തരത്തിൽ ഭക്തർക്കായി അവസരം ഒരുക്കിയിട്ടുള്ളത്. ചുരുങ്ങിയ സമയം കൊണ്ട് ബ്യൂട്ടി സിൽക്സിനെ വടക്കാഞ്ചേരിയിലെ ജനങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ചുരുങ്ങിയ സമയം കൊണ്ട് വടക്കാഞ്ചേരിയിൽ ജനങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിച്ച
ബ്യൂട്ടി സിൽക്സിലെ ഓണവ്യാപാരം വൻ വിജയമാക്കിയ എല്ലാ നല്ലവരായ ഉപഭോക്താക്കൾക്കും മാനേജ്മെന്റ് നന്ദി അറിയിച്ചു. ബ്യൂട്ടി സിൽക്സുമായി സഹകരിച്ച മാന്യ കസ്റ്റമേഴ്സിന് നന്ദി ഞങ്ങൾ രേഖപ്പെടുത്തുന്നു. ഓണത്തിന് ഞങ്ങളായിട്ട് സഹകരിച്ച എല്ലാ കസ്റ്റമേഴ്സിനും ഞങ്ങൾ നന്ദി പറയുകയാണ്. കസ്റ്റമേഴ്സിൻ്റെ അഭ്യർത്ഥന പ്രകാരം ഞങ്ങൾ ഇനിയും ഓഫർ ഐറ്റംസുകൾ കുറച്ച് ദിവസത്തേക്കും കൂടി ഞങ്ങൾ നീട്ടുന്നതായിരിക്കും. ഇനിയും നിങ്ങളുടെ സഹായം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. ഉപഭോക്താക്കളുടെ അഭ്യർത്ഥന മാനിച്ച് ബ്യൂട്ടി സിൽക്സിലെ ഡിസ്കൗണ്ട് സെയിൽ തുടരുമെന്നും മാനേജ്മെന്റ് അറിയിച്ചു. ഓണത്തോടനുബന്ധിച്ച് ബ്യൂട്ടി സിൽക്സിൽ നടന്ന ഓണാഘോഷ പരിപാടികൾ വേറിട്ട കാഴ്ചയായി. ആഘോഷം ഏതുമാകട്ടെ അത് ഉത്സവമാക്കാൻ ഒപ്പമുണ്ട് ബ്യൂട്ടി സിൽക്സ്. പ്രധാന വാർത്തകൾ വീണ്ടും. PV അൻവർ MLA-ക്കെതിരെ ഫോൺ ചോർത്തിയതിന് കേസ്. മുതിർന്ന CPM നേതാവ് പ്രകാശ് കാരാട്ടിന് താൽക്കാലിക ചുമതല നൽകി CPM. അന്നദാനം മഹാദാനമെന്ന് പ്രമുഖ വ്യവസായി കല്യാൺ പട്ടാഭിരാമൻ. നടൻ സിദ്ദിഖിനെ പിടികൂടാത്തതിൽ വിമർശനം ശക്തമാകുന്നതിനിടെ പോലീസിനെ പിന്തുണച്ച് വനിതാ കമ്മീഷൻ അധ്യക്ഷ. എനിടൈം ന്യൂസ് വാർത്താഫലം കണ്ടു. കലാമണ്ഡലത്തിലെ വിളംബര പത്രികയിൽ വള്ളത്തോളിന്റെ ചിത്രം വെച്ച് വീണ്ടും നോട്ടീസ് അടിച്ചു. റഷ്യൻ-യുക്രൈൻ ഡ്രോൺ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സന്ദീപിന് വിട നൽകി കല്ലൂർ ഗ്രാമം. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.